സുപ്രഭാതം, നഗരസങ്കീർത്തനം, അതുപോലെ ലളിതാ സഹസ്രനാമാർച്ചന, വേദം, ഇത്രയും നേരം നമ്മുടെ സമിതി ഭഗവാന്റെ നാമം കൊണ്ട് മുഖരിതമായ ഒരു ദിവസമായിരുന്നു. ഇനി വൈകിട്ട് ഈ സമയം നമുക്ക് രണ്ട് മഹത് വ്യക്തികളാണ് ഇന്നിവിടെ നമ്മോട് ഭഗവത് വചനങ്ങൾ പങ്കിടാനായി എത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അജയ് ഡോക്ടർ നമ്മോട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രീമാരേട്ടൻ, മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീമാരേട്ടൻ നമ്മളോട് സംസാരിക്കുന്നു. ഞാനിവിടെ വന്നപ്പോൾ രണ്ടുപേരും പറഞ്ഞു, ഒരാൾ പറഞ്ഞു ആദ്യം ഇയാൾ സംസാരിക്കട്ടെ, അതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഭഗവാന് കൊടുക്കുകയാണ്. അതോടൊപ്പം അവരും തീരുമാനിച്ച് രണ്ടുപേരും കൂടെ ആ ഒരു ധന്യ നിമിഷം കൂടുതൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടുപേരെയും ക്ഷണിക്കുക. ഓം ശ്രീ സായിറാം. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവാ. എൻ്റെ എല്ലാമായ സ്വാമിയുടെ പാദപത്മങ്ങളിൽ എൻ്റെ വായിൽ നിന്ന് വരുന്ന ഈ വാക്കുകളും കേൾക്കുന്ന നിങ്ങളുടെയും ഉള്ളിൽ സ്വാമി കുടികൊള്ളുന്നു എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എന്നിൽ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയാണ്. എന്നിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിലോ അത് സ്വാമി പരിഹരിക്കട്ടെ. നിങ്ങൾക്കത് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് പതിക്കുന്നെങ്കിൽ അതും സ്വാമിയുടെ കഴിവായിട്ട് തന്നെ ഞാൻ കരുതുന്നു. എന്താ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് കിട്ടിയ ഒരു ചെറിയ ഷോർട്ട് നോട്ടീസിലാണ് ഇതിന് ഒരു തയ്യാറെടുത്തത്. അപ്പോഴും ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഞാൻ ഇതിന് പ്രാപ്തനാണോ എന്നുള്ളത് അങ്ങ് തന്നെ തീരുമാനിക്കുക. ഞാൻ പ്രാപ്തനല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പ്രാപ്തനാണോ എന്നുള്ളത് ഭഗവാൻ തന്നെ തീരുമാനിക്കുക. എൻ്റെ ഉള്ളിൽ അങ്ങയെക്കുറിച്ച് വരുന്നതെല്ലാം ഞാൻ അവിടെ പോയി സംസാരിക്കാം എന്ന് ഭഗവാനോട് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത ഒരു ചിന്താ വിഷയം എന്താണെന്ന് വെച്ചാൽ, എന്തും സംസാരിക്കുമ്പോൾ ഒരു ഫോക്കസ്ഡ് ആയിട്ട് സംസാരിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു വിഷയം സായി സങ്കല്പം. അത് നമ്മൾ ഉണ്ടാക്കിയ ഭാഗ്യം, സായി സങ്കല്പം മൂലം നമ്മൾക്ക് ഉണ്ടായ ഭാഗ്യം എന്താണ്? സായി സങ്കല്പം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വാമിയോട് ചേർന്ന്, സ്വാമിയെ അറിഞ്ഞ്, സ്വാമിയുടെ പാതാരവിന്ദങ്ങൾ നമിച്ച്, സ്വാമിയുടെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അത് എത്രത്തോളം അത് നമുക്ക് ഭാഗ്യം സിദ്ധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വളരെയധികം ഭാഗ്യവാന്മാരാണ്. സ്വാമിയുടെ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും ഭഗവാനെ ഒരു നേരം സ്മരിക്കാനും സകല സമയവും സ്മരിക്കാനും സ്വാമിയുടെ രീതിയിലുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും, ഒരു കാര്യം പ്രവർത്തിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ നിത്യജീവിതത്തിൽ എന്തുണ്ടായാലും അത് സ്വാമിയുടെ ഒരു പ്രിൻസിപ്പിളുമായിട്ട് ഒത്തുപോകുന്നതാണോ എന്നൊരു ക്രോസ് ചെക്ക് ചെയ്ത് മുമ്പോട്ട് പോകണം. ഓരോ നിമിഷവും അങ്ങനെ തന്നെ പോകണം എന്നുള്ള ആഗ്രഹത്തിൽ അത് പരിശീലിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സമയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനതിൽ പൂർണ്ണമായിട്ടും ഞാനത് സാധിച്ചു എന്നൊന്നും പറയാറായിട്ടില്ല. എന്നാലും ഭഗവാൻ എന്നെ അല്പം മുമ്പോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നതെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അപ്പോൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബ അത് പരബ്രഹ്മ ചൈതന്യം തന്നെ ഘനീഭവിച്ച് ഉണ്ടായ ഒരു പൂർണ്ണ അവതാരമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭഗവാൻ രൂപത്തിലുണ്ടായിരുന്നപ്പോഴും രൂപം വെടിഞ്ഞ് സ്വർഗാരോഹണം നടത്തിയ സമയത്തും ഇപ്പോഴും എല്ലാം ഞാൻ കരുതുന്നത് ഭഗവാൻ ഒരേ രീതിയിൽ തന്നെ നമ്മളിൽ പ്രവർത്തിക്കുന്നു.
അപ്പോൾ ഇപ്പോൾ സ്വാമി ആടിയ ലീലകളും സ്വാമിയുടെ ലീലാ നാടക സായി എന്നുള്ള ആ ഒരു പദം അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള സ്വാമിയുടെ കഥകളും സ്വാമിയുടെ സംഭവങ്ങളും സ്വാമിയുടെ ജീവിതത്തിലെ സർവ്വ ചരിത്രങ്ങളും നമ്മൾ ഇങ്ങനെ കേൾക്കുന്നു, പലരിൽ നിന്നായി കേൾക്കുന്നു, വായിച്ചത് വീണ്ടും വീണ്ടും വായിക്കുന്നു. അനേകായിരം മണിക്കൂറുകളോളം നീണ്ട യൂട്യൂബിൽ സ്വാമിയെ പറ്റിയുള്ള കഥകളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം നടക്കുന്നു. പക്ഷേ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ എന്തു മാറ്റം വരുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പം അതിനൊരു ചെറിയ ഒരു കഥ പറയാം. ഒരു പ്രായമായ ഒരു അപ്പൂപ്പനും അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനും കൂടി എന്നും വൈകുന്നേരം നടക്കാൻ പോകും. അപ്പം നടക്കാൻ പോകുമ്പോൾ ഒരു പർവ്വതത്തിൻ്റെ ഒരു മലയുടെ സൈഡിൽ കൂടെയാണ് ഇവർ നടന്നു പോകുന്ന വഴി. അപ്പോൾ ആ മലയിൽ ഒരുപാട് പാറക്കൂട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ കൊച്ചുമകൻ നോക്കുമ്പോൾ ഒരു പാറയിൽ ഇരുന്ന ഒരാൾ എന്തോ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ട് അങ്ങ് നടന്നു പോകും. തിരിച്ചു വരുന്ന സമയം സന്ധ്യ ആകുമ്പോഴത്തേക്കും ഈ പാറ അദ്ദേഹം ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ അത് മൂടിയിട്ട് പോകും. അങ്ങനെ ആ പാറ അവിടെ മൂടിയിരിക്കും. തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങേരെ ഇരുന്ന് എന്തോ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ എന്നും കാണുന്നൊരു കാര്യം. ഒരു ദിവസമായപ്പോൾ ഈ മൂടിയ കാര്യം തുറന്നിട്ടു, അവിടെ ഒരു ഗണപതിയുടെ വിഗ്രഹം. അപ്പൊ ഇത്രയും കാലം ആ പാറക്കല്ലിൽ നിന്ന് ആ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തത് ഒരു ഗണപതിയുടെ. അപ്പൊ ഈ കൊച്ചുമകൻ അപ്പൂപ്പനോട് ചോദിക്കുകയാണ്, ഈ ഗണപതിയുടെ വിഗ്രഹം എവിടെ നിന്നാണ് വന്നത്? അപ്പോൾ അപ്പൂവൻ പറഞ്ഞു, ആ ഗണപതിയുടെ വിഗ്രഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താണോ വേണ്ടാത്ത കാര്യങ്ങൾ അത് മാത്രം അടർത്തി മാറ്റി അത് ഞാൻ ആ ശില്പി അത് എടുത്തു മാറ്റി മുറിച്ചു മാറ്റിയപ്പോൾ ഗണപതിയായി ഭവിച്ചു. അപ്പോൾ നമ്മളിലും ഭഗവാൻ വരുത്തുന്ന മാറ്റം അതാണ്. നമ്മളിലുള്ള കാര്യങ്ങൾ വേണ്ടാത്തത് എന്താണോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ചേരാത്ത കാര്യങ്ങൾ എന്താണോ, സായിയുടെ പ്രിൻസിപ്പിൾ, സ്വാമിയുടെ പ്രിൻസിപ്പിൾസിനെതിരായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ നമ്മൾ ശീലിച്ചതും നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതും, ആ കാര്യങ്ങൾ അടർത്തി മാറ്റാൻ ഭഗവാനെ കരുണയുണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അത് മാറ്റിക്കഴിയുമ്പോൾ നമ്മളെല്ലാം ഗണപതിയായി മാറും, നമ്മളെല്ലാം സായിയായി മാറും. അപ്പോൾ നമ്മളിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു. പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾ എടുത്തു മാറ്റാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. ഒരു ശില്പിയുടെ കരചാതുരിയോടെ ഭഗവാൻ അത് ചെയ്യും. അതിനുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. വേറൊന്നുമല്ല സ്വാമിയോട് പ്രാർത്ഥിക്കണേ, ഭഗവാനെ എന്നിൽ നിന്ന് എനിക്ക് ചേരാത്ത കാര്യങ്ങൾ നീ മാറ്റിത്തരണമേ. അപ്പൊ അടുത്ത കാര്യം എന്താണ് സ്വാമി പിന്നെ തരുന്നത്? ആ തരുന്നതും നമുക്ക് ചേരുന്നതായിരിക്കണം. അപ്പോൾ സ്വാമിയോട് നമുക്ക് എന്തും ചോദിക്കാം, സുഖങ്ങൾ ചോദിക്കാം, ലക്ഷറിയസ് ആയിട്ടുള്ള ജീവിതം ചോദിക്കാം, നമുക്ക് ഒരുപാട് ധനം ചോദിക്കാം, വിദ്യാഭ്യാസം, എന്ത് വേണമെങ്കിലും സ്വാമിയോട് നമുക്ക് കൂടുതൽ ചോദിക്കാം. പക്ഷേ ആ തരുന്നത് നമുക്ക് യോജിച്ചതായിരിക്കണമേ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കാര്യവും കൂടി സ്വാമിയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടേ എന്തും പ്രാർത്ഥിക്കാവൂ. ഭഗവാനെ, അത് എനിക്ക് ചേരുമെങ്കിൽ മാത്രമേ നീ എനിക്ക് തരാവൂ. അത് എനിക്ക് ചേരുന്നതല്ലാത്തൊരു കാര്യവും നീ എനിക്ക് തരരുത്. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തട്ടിയാണ് പറയുന്നത്. ആ പറച്ചിലിൽ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്വാമിയോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വാമി ചിലപ്പോൾ രണ്ട് കൈയും അനുഗ്രഹിച്ച് അങ്ങ് തഥാസ്തു എന്നങ്ങ് പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യതയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അത് നമ്മൾക്ക് ഭാരമായി മാറുന്ന ഒരു കാര്യമാണോ സ്വാമി അനുഗ്രഹിച്ചത്? അതുകൊണ്ട് സ്വാമിയോട് പറയേണ്ട ഒരു കണ്ടീഷൻ, ഭഗവാനെ നീ അത് എനിക്ക് ചേരുന്നതാണ്, എൻ്റെ ജീവിതത്തിനത് ഒരു മേന്മയേകുന്നതാണെങ്കിൽ മാത്രം നീ എനിക്ക് തരൂ, അല്ലെങ്കിൽ നീ എനിക്ക് തന്നില്ലെങ്കിലും എനിക്ക് യാതൊരു സങ്കടവും ഈ കാര്യത്തിലില്ല എന്നുള്ള ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രെയർ ആയിരിക്കണം ഭഗവാനോട് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് അതിൽ ഞാൻ കാണുന്ന കാര്യം. ഇതായിട്ട് ഞാനൊരു ചെറിയ ചിന്ന കഥ പറയാം. സ്വാമി യുടെ ഒരു കാലഘട്ടത്തിൽ കടലൂരിൽ നിന്ന് രണ്ട് ദമ്പതികൾ ഒരുപാട് ജീവിതത്തിൽ കടബാധ്യത ഉണ്ടായിട്ട് അവർ കടലൂരിൽ നിന്ന് സ്വാമിയെ പ്രാർത്ഥിച്ച് പുട്ടപ്പുറത്തി വന്നതാണ്. അപ്പോൾ അവർക്ക് ആ നാട്ടിൽ നിൽക്കാൻ വയ്യ, കടം കയറിയിട്ട് അവർക്ക് അതെങ്ങനെ വീട്ടും എന്നറിയാതെ അവർ രാഖി രാമായണം ഓടി പുട്ടപ്പുറത്തിയിലെത്തിയതാണ്. ആരോ പറഞ്ഞറിഞ്ഞ് ഒന്നാണ് സ്വാമിയുടെ അടുത്ത് എന്നാൽ ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ള ഒരു വിചാരത്തിലാണ് എത്തുന്നത്. അപ്പോൾ അവര് പുട്ടപ്പുറത്തിയിലെത്തി സ്വാമിയെ കണ്ടു. അപ്പോൾ സ്വാമിയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാനത് ശരിയാക്കാം എന്ന് പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ സ്വാമി അവിചാരിതമായിട്ട് ഈ കടലൂർ വഴി വന്നു. അങ്ങനെ അവിടുത്തെ സമിതിയിൽ വന്നു. അവിടുന്ന് സ്വാമി ഇവരുടെ വീട്ടിലെത്തി. 3 മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാമി ഇവരുടെ വീട്ടിലെത്തി. അപ്പോൾ ഇവർ വളരെ കടം കയറി വളരെ ബുദ്ധിമുട്ടിലാണ്. ഇതെല്ലാം സ്വാമിക്ക് അറിയാത്ത കാര്യങ്ങളില്ലല്ലോ. അപ്പൊ സ്വാമിയെ അവരുടെ നേരെ സ്വീകരിച്ച് ഭഗവാനെ അദ്ദേഹത്തിന്റെ പൂജാ റൂമിൽ ഈ ദമ്പതികളുടെ പൂജാ റൂമിൽ
കൊണ്ടിരുത്തി സ്വാമി ഇരുന്നു കഴിഞ്ഞു. സ്വാമി നിലത്ത് ഇങ്ങനെ കാലുകൊണ്ട് 2 ടാപ്പ് ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ അടിച്ചു. ഉടനെ ആ നിലത്തുനിന്ന് ഒരു ബ്രോൺസിന്റെ ഒരു പിത്തള പാത്രം പൊങ്ങി വന്നാൽ നിറച്ച് ഗോൾഡ് കോയിൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ആ പാത്രം അവിടെ കിട്ടി. അപ്പൊ അവർക്ക് അത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. എന്തായാലും സ്വാമി ഞങ്ങൾ ഉദ്ദേശിച്ചതാണല്ലോ തന്നത്, ഞങ്ങൾക്ക് വേണ്ടത് ധനമാണ്, ആ ധനം ദേ സ്വർണത്തിന്റെ രൂപത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും വിശ്വസിച്ച് അങ്ങനെ ഇരിക്കുക. സ്വാമി ഇത് കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, വീട് പൂട്ടിക്കോളൂ, ഞാൻ പുട്ടപ്പുറത്തേക്ക് പോവുകയാണ്, എൻ്റെ കൂടെ 2 പേരും പോന്നോളൂ എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇവർ 2 പേരെയും പുറത്തിറക്കി സ്വാമിയുടെ മുന്നിൽ തന്നെ വെച്ച് വീട് പൂട്ടി. ഭഗവാൻ ഇവരെയും കൊണ്ട് പുട്ടപ്പുറത്തേക്ക് പോയി. അവിടെ ചെന്ന് ആഴ്ചകളോളം കഴിഞ്ഞു. സ്വാമി ഒന്നും പറയുന്നില്ല ഇവരോട്. ഇവർക്കും സ്വാമിയോട് ചോദിക്കാൻ ഭയം. വീട്ടിൽ നിറച്ച് സ്വർണം ഇരിക്കുക. അപ്പൊ ഭഗവാനോട് ചോദിച്ചാൽ പെർമിഷൻ കിട്ടുന്നില്ല. 1-2 പ്രാവശ്യം ചോദിച്ചു നോക്കി, ഞങ്ങളൊന്ന് പോയിക്കോട്ടെ, ഈ പണം എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട്. ഭഗവാൻ ഒന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ മിണ്ടാതിരുന്നു. ഒരു ദിവസം ഇവർക്ക് ഒരു ദുർബുദ്ധി തോന്നി. ഇവർ രാത്രി ഭഗവാനോട് പറയാതെ ഇവര് വീട്ടിലെത്തി. അവർക്ക് എങ്ങനെയും നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര കാരണമാണ് അവർ പോയത്. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇവർ വീട് തുറന്നപ്പം ഭാഗ്യത്തിന് ഈ സ്വർണ്ണ നാണയം അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഈ കുടം നിറച്ച്. അവരതെടുത്ത് അലുമാരി വെച്ച് പൂട്ടിയേക്കാന്ന് വെച്ച് ഇത് എടുത്തതോടുകൂടി ഇത് അപ്രത്യക്ഷമായി. ഇത് നടന്നൊരു കാര്യം. അപ്പോൾ ഭഗവാനോട് ആഗ്രഹിച്ചത് ഭഗവാൻ കൊടുത്തു. പക്ഷേ അവർക്ക് വേണ്ടത് എന്താണോ എന്നുള്ളത് സ്വാമിക്ക് മാത്രമേ അറിയാവൂ. അതുകൊണ്ടാണ് ഭഗവാനെ കൂട്ടാതെയാണ് അവർ പിന്നെ ജീവിച്ചത്. അവർക്ക് എങ്ങനെയെങ്കിലും ഇത് പൈസയാക്കണം, ആ പൈസ കൊണ്ട് കടം വീട്ടണം. പക്ഷേ ഭഗവാനോട് ചോദിച്ച് മുൻപിലുള്ള ജീവിതം എങ്ങനെ പോകണം, അത് സ്വാമിയുടെ ഒരു ഇച്ഛപ്രകാരം മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി പോകണം എന്നാണ് ഭഗവാനും ആഗ്രഹിച്ചത്. പക്ഷെ അവർക്കത് സാധിച്ചില്ല. അതുകൊണ്ടാണല്ലോ അവർ രാഖി രാമായണം തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ പോയത് കാരണം അവരതിൽ തൊട്ടതും അത് അപ്രത്യക്ഷമായി. പിന്നെ അവർ തിരിച്ച് പുട്ടപ്പുറത്തിലേക്ക് വന്നോ എന്നുള്ളത് ചിന്ത്യമാണ്. എനിക്ക് അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിട്ടില്ല. ഇതൊരു സംഭവ കഥയായിട്ട് ഞാൻ വളരെ വിശ്വസനീയമായ സോഴ്സസിൽ നിന്ന് അറിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇതാണ് അതിലെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്വാമി തരുന്നു, പക്ഷേ അത് നമ്മൾക്ക് ഉപയോഗപ്രദമാണോ, നമ്മൾക്കത് ഐശ്വര്യകരമായ കാര്യമാണോ എന്ന് തീരുമാനിക്കേണ്ടതും സ്വാമിയാണ്. അപ്പോൾ അതിന് പരിപൂർണമായിട്ടും സ്വാമിയോട് സമർപ്പിച്ച് മാത്രമേ നമുക്ക് എന്തും ചോദിക്കാനുള്ള ഒരു അവകാശമുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ദാമു അണ്ണയുടെ കഥയും അതുപോലെ തന്നെ. ഭഗവാന്റെ നമ്മുടെ സായി സച്ചരിതത്തിൽ ദാമു അണ്ണ ഒരു കത്തെഴുതും ഭഗവാന്, എനിക്ക് അരി മേടിച്ച് 2 രൂപയ്ക്ക് അരി മേടിച്ച് 5 രൂപയ്ക്ക് വിറ്റ് 3 രൂപ ലാഭം ഉണ്ടാക്കണം, സ്വാമി ജീവിക്കാൻ വേറെ മാർഗങ്ങളില്ല, എന്ത് മാർഗം എന്ന് പറഞ്ഞ് ഭഗവാനോട് കത്തെഴുതും. ഈ കത്ത് കിട്ടിയപ്പോഴും സ്വാമി അതിനെ വകവെച്ചില്ല. അങ്ങനെ ഈ കത്ത് കണ്ടതായിട്ട് പോലും ധരിച്ചില്ല. അങ്ങനെ ദാമു അണ്ണ മറുപടി കിട്ടാതെ വിഷമിച്ച് ഷിർദിയിലെത്തി. ഷിർദിയിൽ സ്വാമിയെ കാത്തിങ്ങനെ നിൽക്കുക. അപ്പൊ സ്വാമിയായിട്ട് സംസാരിക്കാൻ പറ്റിയപ്പോൾ പറഞ്ഞു, സ്വാമി ഞാനൊരു കത്ത് അയച്ചിരുന്നു. അപ്പം ഭഗവാൻ പറഞ്ഞു, എനിക്ക് നിന്റെ ഈ കച്ചവടത്തിലൊന്നും തീരെ താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ നീ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ആ കച്ചവടം നീ ചെയ്യണ്ട, നിനക്ക് പറ്റിയ കച്ചവടമല്ല. അങ്ങനെ ഭഗവാൻ പറഞ്ഞത് മനസ്സില്ലാ മനസ്സോടെ സ്വീകരിച്ച ഒരു കഥയും നമുക്ക് ദാമോണ്ണയുടെ കാര്യത്തിൽ സായി സച്ചരിതത്തിൽ കാണാം. അപ്പോൾ ഭഗവാൻ തീരുമാനിച്ച് ഭഗവത് ഇച്ഛയോടുകൂടി കിട്ടുന്ന ഒരു കാര്യം മാത്രമേ ശാശ്വതമായി നിൽക്കൂ. അതാണ് സായി സങ്കല്പത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് സ്വാമി നമ്മളെ പാകപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളിൽ വേണ്ടാത്ത വാസനകളും വേണ്ടാത്ത സ്വഭാവങ്ങളും വേണ്ടാത്ത ചിന്തകളും എല്ലാം അരിഞ്ഞരിഞ്ഞ് കളഞ്ഞ് നമ്മളെ റിഫൈൻ ചെയ്താണ് സ്വാമി നമ്മളെ പാകപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വഴങ്ങിക്കൊടുക്കുക. നമ്മളുടെ അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് സ്വാമിക്ക് ആവശ്യം. സ്വാമിക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ മാൻ ടു ഹ്യൂമൻ, മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യൻ, പക്ഷേ അവനെ ഹ്യൂമൻ ആക്കുക. ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനാക്കി മാറ്റുമ്പോഴേ നമുക്ക് അവനെ ഹ്യൂമൻ എന്ന് പറയാൻ പറ്റൂ. മാൻ ടു ഹ്യൂമൻ, അത് സ്വാമിക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ രാക്ഷസനെ സാക്ഷരനാക്കാനും സ്വാമിക്ക് സാധിക്കും. ഇത് രണ്ടും ഭഗവാന് മാത്രമേ സാധിക്കൂ. രാക്ഷസന്മാരെ സാക്ഷരനാക്കാനും അതുപോലെ മാൻ ടു ഹ്യൂമൻ, ഈ 2 ചേഞ്ചും സ്വാമിക്ക് മാത്രമേ സാധിക്കൂ. ഇതാണ് സ്വാമിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത്.
ഇനി ഭഗവാൻ നമ്മളിലേക്ക് എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളതിന് ഒരുപാട് വിചിത്രമായ രീതികളുണ്ട്. ഞാൻ എന്നെപ്പറ്റി പറയേണ്ട കാര്യമില്ല, ഞാൻ അത് അറിഞ്ഞ വസ്തുവാണ്. പക്ഷേ ഞാൻ മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് കേൾക്കാനും കൂടി താല്പര്യപ്പെട്ട് ചിന്തിച്ചപ്പോൾ ഒരു കഥ എനിക്ക് മനസ്സിലായി. കൊല്ലങ്കോട് എന്നൊരു ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ ഫാമിലി ഉണ്ട്. അതിലെ അച്ഛൻ ഒരു അഡ്വക്കേറ്റാണ്, ഒരു വക്കീലാണ്. അദ്ദേഹത്തിന് 2 ആൺകുട്ടികൾ, ഭാര്യ. ഇങ്ങനെയാണ് ഇവർ താമസിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഒരു അനുയായിയായിരുന്നു, ഭക്തനായിരുന്നു. അപ്പം പരമഹംസർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അപ്പാടെ ശീലിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ അവരുടെ വീട്ടിൽ നിന്നും ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ വരും. 1964 വന്ന ഒരു ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യയിൽ ഒരു ആർട്ടിക്കിൾ, സായിബാബ ദ മാൻ ഓഫ് മിറക്കിൾസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വന്നു. ഇത് വളരെ പ്രമാദമായ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളായിരുന്നു. അത്ര പോസിറ്റീവായിട്ടുള്ള, നമ്മുടെ സ്വാമിയെ പറ്റി അത്ര പോസിറ്റീവ് അല്ലാത്ത ചില കമൻസ് സ്വാമി മിറക്കിൾസ് നടത്തുന്ന ഒരാളായിട്ട് എഴുതിയ ഒരു ലേഖകൻ, അദ്ദേഹത്തിൻ്റെ തലയിൽ, അതും സ്വാമി തന്നെ തോന്നിച്ചതാണല്ലോ. നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ എഴുതുന്നതും സ്വാമി തന്നെ തോന്നിച്ചെഴുതിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നൊരു ആർട്ടിക്കിൾ വന്നു. അദ്ദേഹത്തിൻ്റെ ഇളയ മകനും ഈ അച്ഛനും കൂടി ഇരുന്നാണ് ഈ മാസിക മറിച്ചു നോക്കുന്നത്. മറിച്ചു നോക്കുമ്പോൾ ഈ പടത്തിൽ സ്വാമിയുടെ അന്നത്തെ പഴയ മന്ദിരത്തിൻ്റെ പടവും സ്വാമിയുടെ വളരെ ചെറുപ്പത്തിലുള്ള വളരെ ആകർഷകമായ ഒരു പിക്ചറുമാണ് അതിൽ കൊടുത്തിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഈ കുട്ടിക്ക് അതിൽ വളരെ കുട്ടിക്ക് ഭയങ്കരമായിട്ട് അതിനെ അട്രാക്റ്റഡ് ആയി. സ്വാമിയെ കണ്ട് അയാൾ അതിൽ അങ്ങ് മോഹിച്ചു പോയി. പക്ഷെ ആ കുട്ടിക്ക് നല്ല പ്രായമായിട്ടില്ല, 4-5 വയസ്സേ ഉള്ളൂ. അങ്ങനെ ഈ മനുഷ്യൻ, ഈ അച്ഛൻ ഇതെല്ലാം ഇരുന്ന് വായിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഇത് സ്വാമിയെ പറ്റിയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായപ്പോൾ ഈ മാൻ ഓഫ് മിറക്കിൾ. പക്ഷെ അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിട്ടുണ്ട്, സിദ്ധിയും അതുപോലെ യോഗികളും മിറക്കിൾസിലേക്ക് പോയാൽ അവരുടെ സെൽഫ് റിയലൈസേഷനെ അത് തടയും എന്നൊരു കമൻറ്റ് ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന് അറിയാം. അത് എങ്ങനെ പറഞ്ഞു, എവിടെ നിന്ന് കിട്ടി എന്നുള്ള അറിയില്ല എനിക്ക്. പക്ഷേ ഇങ്ങനെ ഒരു കമൻറ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അദ്ദേഹം ഇത് വായിച്ചിട്ട് അങ്ങനെ മനസ്സിൽ വെച്ചു. എന്നിട്ട് ഇവർക്ക് എന്നും രാത്രിയിൽ അമ്പലത്തിൽ പോയിട്ട് 8 മണിക്ക് അമ്പലത്തിലെ പ്രാർത്ഥന, വീടിനോട് ചേർന്നൊരു അമ്പലമുണ്ട്, അവിടെ പോയി തൊഴുന്ന പ്രാർത്ഥന ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെ ഈ അച്ഛനും മകനും കൂടി അമ്പലത്തിൽ പോയിട്ട് ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പുട്ടപ്പർത്തിയിൽ പോയിരുന്നു, ഞാൻ സായിബാബയെ കണ്ടു, സ്വാമി എനിക്ക് ദർശനം തന്നു, സ്വാമി എനിക്ക് ഇൻ്റർവ്യൂവും തന്നു എന്നാണ് ഈ മനുഷ്യൻ ഈ അച്ഛനോട് പറയുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പം അദ്ദേഹം അത് കേട്ടതായിട്ട് ഇങ്ങനെ ഭാവിക്കുന്നില്ല. പക്ഷേ ശ്രീകോവിലിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, ഈ കുട്ടിയും നിൽക്കുന്നു, അച്ഛനും നിൽക്കുന്നു, ഈ വന്ന് പറഞ്ഞ മനുഷ്യൻ. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. ഇദ്ദേഹം പറയുന്നത് കേട്ട്, സ്വാമിയെ പറ്റി പറയുന്നത് കേട്ട് ഈ അച്ഛന് ഒരു പുച്ഛഭാവത്തിൽ നിൽക്കുക. അദ്ദേഹം ശ്രീകോവിലിൻ്റെ മുന്നിൽ ഭഗവാനെ തൊഴാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഗൗരവത്തോടെ നിൽക്കുക. അപ്പോൾ ഇദ്ദേഹം ഒരു പുസ്തകം കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്, സ്വാമി ദി ലവിങ് ഗോഡ് ബൈ കസ്തൂരി സ്വാമി ആദ്യമായി എഴുതിയ ലവിങ് ഗോഡ്, സത്യം ശിവം സുന്ദരം എഴുതുന്നതിന് മുൻപ് എഴുതിയ ലവിങ് ഗോഡ് എന്ന പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. അത് നീട്ടി. അപ്പോൾ ഇദ്ദേഹം അച്ഛൻ ഇത് കൈ നീട്ടി വാങ്ങാനും അദ്ദേഹത്തിൻ്റെ മടി. പക്ഷേ ശ്രീകോവിലിൻ്റെ മുന്നിൽ വെച്ച് ഇത് കൊടുക്കുന്നത് വാങ്ങണമല്ലോ എന്നുള്ള ഒരു, ശ്രീകോവിലിൻ്റെ മുന്നിൽ വെച്ചല്ലേ ഒരാൾക്ക് ഒരു കാര്യം തരുന്നേ, അപ്പോൾ എന്തെങ്കിലും എന്നുള്ളൊരു അരമനസ്സിൽ അവിടെയും സ്വാമി പ്രവർത്തിക്കുന്നു. ഇദ്ദേഹം ഈ പുസ്തകം കൈകൊണ്ട് വാങ്ങി വീട്ടിൽ കൊണ്ട് ഒരു മൂലയിൽ ഇട്ടിരുന്നു. അദ്ദേഹത്തിന് അത് നോക്കാൻ പോലും താല്പര്യമില്ല. അങ്ങനെ പിറ്റേ ദിവസം ഇദ്ദേഹം കോടതിയിൽ പോയി. ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ, ഈ കുട്ടികൾ സ്കൂളിലും പോയി. അങ്ങനെ ഭാര്യ ഇതെല്ലാം, അവരൊരു വളരെ സ്വാമിയെ പറ്റി അറിയുന്ന ഒരു വനിതയായിരുന്നു. അവർ ഈ പുസ്തകം എടുത്ത് മറിച്ച് നോക്കി അത് വായിച്ച് തീർത്തു. 1-2 ദിവസം കൊണ്ട് അവർ വായിച്ചിട്ട് അവരുടെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പുസ്തകം വായിക്കണം, ശ്രീ സത്യസായി ബാബയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്, അത് വായിക്കണമെന്ന്. അതൊന്നും വായിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നിങ്ങളൊന്ന് വായിക്കണം, നിങ്ങൾ വായിച്ചില്ല എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറയുന്നു തന്നെ ആ സ്ത്രീ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഇതെടുത്തിട്ട് ഇവർ കാണുന്ന രീതിയിൽ ഇത് വായിക്കുന്നതായിട്ട് ഭാവിച്ചുകൊണ്ട് ഇദ്ദേഹം ചാരികസേര കിടന്ന് ഈ പുസ്തകം ഇങ്ങനെ മറിച്ച് നോക്കുക. അങ്ങനെ മറിച്ചപ്പോൾ ഒരു പേജ് കിട്ടി. അപ്പോൾ അതിൽ സ്വാമിയുടെ ഒരു ഡിസ്കോഴ്സാണ് ആ പേജ് തുടങ്ങുന്നത് തന്നെ. ആ ഡിസ്കോഴ്സ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഇംഗ്ലീഷിലാണ്. രാമകൃഷ്ണ സേസ്, yogis and rishis, they should not go into miracles because that will hinder with their progress in self-realization. But I am not a siddha or I am not a yogi. I am nothing but the Rama himself. ഞാൻ യോഗിയുമല്ല, ഞാൻ സിദ്ധനുമല്ല, ഞാൻ ശ്രീ
രാമചന്ദ്രൻ തന്നെയാണ്, ശ്രീനാരായണൻ തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് സ്വാമി പറഞ്ഞ ആദ്യത്തെ വാക്കിലാണ് ഈ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ. അദ്ദേഹം ഈ പുസ്തകം മലത്തിൽ വായിച്ച ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അതിനുള്ള ഉത്തരം കിട്ടി. ഞാൻ സിദ്ധനുമല്ല, യോഗിയുമല്ല, എനിക്ക് മിറക്കിൾസുമായിട്ടുള്ള ബന്ധമല്ല, ഇത് ഞാൻ ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനുമായിട്ടും ആളുകൾ വിശ്വസിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപം തന്നെയാണ്, പൂർണ്ണ അവതാരം തന്നെയാണെന്ന് സ്വാമി പറയുന്ന ആ ഡിസ്കോഴ്സിൻ്റെ തുടക്കം. അതോടുകൂടി ഈ അദ്ദേഹത്തിന് വലിയ ട്രാൻസ്ഫോർമേഷനായി. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ഈ മക്കളിൽ മൂത്ത മകൻ എന്ന് എഞ്ചിനീയറിങ്ങിന് പഠിക്കുക. അപ്പോൾ അയാളൊരു ഡിപ്രഷൻ, അയാളൊരു 3rd ഇയർ എഞ്ചിനീയറിങ്ങിന് പഠിക്കുമ്പോൾ അയാൾ മിടുക്കനായിരുന്നു പഠിക്കാൻ, പക്ഷേ അയാൾക്കൊരു ഡിപ്രഷൻ വന്നു. എന്തോ കോമ്പറ്റീഷനോ കുട്ടികളോ ഒക്കെ ആയിട്ടുള്ള മത്സര ബുദ്ധി ഉണ്ടാവാൻ മറ്റോ ഒരു ഡിപ്രഷൻ സംഭവിച്ച് അയാൾ വീട്ടിൽ ഇരിക്കുക, ക്ലാസ്സിൽ പോകുന്നില്ല. ആ കുട്ടിയെയും കൂട്ടിയിട്ടാണ് ഇദ്ദേഹം പൊട്ടപ്പുറത്തില്ല ആദ്യം പോകുന്നത്. ഈ വക്കീൽ പോവുകയാണ് മൂത്ത മകനെയും കൂട്ടി. അവിടെ ചെന്നുടനെ സ്വാമിയുടെ ദർശനത്തിന് പിറ്റേ ദിവസം ഇരുന്നപ്പോൾ സ്വാമി അടുത്ത് വന്നിട്ട് ഈ കുട്ടിയുടെ മുന്നിൽ നിന്നിട്ട് ചോദിച്ചു, അപ്പോൾ പഠിക്കാൻ പോകുന്നില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല സ്വാമി, പഠിക്കാൻ പോകുന്നില്ല. നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയാം, നീ വീട്ടിൽ ചെന്നിട്ട് നീ ധൈര്യമായിട്ട് പഠിക്കാൻ പോയിക്കോളൂ, നിന്റെ പഠനമൊക്കെ ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് സ്വാമി റീഅഷ്വർ ചെയ്തു ഈ അച്ഛൻ്റെ മുന്നിൽ വെച്ച്. ഇവർ രണ്ടുപേരും ഇത് കേട്ട് തിരിച്ചു വന്നു. അങ്ങനെ അവർ സ്വാമിയിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇളയ കുട്ടിയും ഭഗവാന്റെ പരിപൂർണനായ ഭക്തനായി മാറി. ആ ഇളയ കുട്ടിയാണ് നമ്മളെല്ലാവരും അറിയുന്ന വേദനാരായണൻ എന്ന് പറയുന്ന സാറ്. കൊല്ലങ്കോട് വേദനാരായണൻ സാറിൻ്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ സ്വാമി ഓരോരുത്തരെയും ആകർഷിക്കുന്ന രീതി നമുക്കറിയില്ല. ചിലപ്പോൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു നിസാര കാര്യമായിട്ടായിരിക്കും ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെ അത് ഭഗവാന്റെ ഒരു വിളിയായിട്ട് കരുതി അതിനെ മനസ്സിലാക്കി നമ്മൾക്ക് വിട്ടുതരുന്ന ഓരോ പടികളാണ് നമ്മൾ കയറി മുന്നോട്ട് പോകാൻ. അതിൽ പിന്നെ തിരിഞ്ഞു പോവാതെ നമ്മൾ പോകണം. കയറിയ പടി കയറി തന്നെ മുന്നോട്ട് പോകണം, ഇറങ്ങിപ്പോകാനുള്ള ഇടവരരുത്. അപ്പം നേരത്തെ ശ്രീചേട്ടൻ പറഞ്ഞൊരു കാര്യം, സ്വാമിയുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് നമ്മളിൽ നിന്ന് അകന്നു പോയി, ആ ശരീരം വിട്ടു. പക്ഷേ അതിന് യാതൊരു റിലവൻസും ഉള്ള കാര്യമല്ല. ഭഗവാൻ അതിനേക്കാളൊക്കെ ശക്തനായി നമ്മുടെ ഹൃദയ ശ്രീകോവിലിൽ വാഴുന്നു. ഭഗവാൻ പുട്ടപ്പർത്തിയിലല്ല ഉള്ളത്, ഭഗവാൻ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ശ്രീകോവിലിൽ ഭഗവാൻ വസിക്കുന്നു, ഇവിടെ വസിക്കുന്നു, സർവരിലും വസിക്കുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാപ്യനായി. മറ്റത് സ്വാമിയുടെ വരവും കാത്ത് ജനസഹസ്രം അവിടെ കാത്തിരിക്കണം. പാട്ട് വയ്ക്കുമ്പോൾ സ്വാമി വരും, കണ്ടു, തൊഴുതു, പാദ നമസ്കാരം കിട്ടിയാലായി, ഇന്റർവ്യൂ കിട്ടിയാലായി, തിരിച്ചു പോരണം. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പൊ വിളിക്കുന്ന വിളിയിൽ ഭഗവാൻ പൂർണ്ണ രൂപത്തിൽ മുന്നിലാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ കൺവിക്ഷനോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് പൂർണ്ണമായി സ്വാമി ലഭ്യനാണ്. ഏത് സമയത്തും എന്ത് കാര്യത്തിനും സ്വാമി എന്നൊരു വിളിച്ചാൽ എൻ്റെ സ്ഥലമോ എൻ്റെ ബാക്കി കണ്ടീഷൻസ് ഒന്നും ഭഗവാൻ നോക്കാറില്ല. അൺകണ്ടീഷണലായിട്ട് സ്വാമി അവിടെ എത്തും. നടത്തിത്തരേണ്ടതാണെങ്കിൽ നടത്തി തരും, ഇല്ലെങ്കിൽ സ്വാമി അവിടുത്തെ ഈശ, അത് കുഴപ്പമില്ല, എനിക്ക് അതിനുള്ള കരുത്ത് തന്നാൽ മതി, എനിക്കത് ഫേസ് ചെയ്യാനുള്ള കരുത്ത് നീ തന്നാൽ മതി. എനിക്ക് വരുന്നത് എല്ലാം നല്ലതൊന്നും ആവണമെന്നില്ല. എനിക്ക് വരുന്ന കഷ്ടപ്പാടുകളും ഉണ്ട്, എനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യാനുള്ളത് നീ എൻ്റെ കൂടെ ഉണ്ടാവണേ സ്വാമി, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേ. എൻ്റെ വാക്കോ ചിന്തയോ പ്രവർത്തനങ്ങളിലോ ഒന്നും ഒരു രീതിയിലുള്ള ഒരു കൽമഷവും തോന്നാതെ ഭഗവാന്റെ പൂർണ്ണമായ ഒരു ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ഒരു സായി ഫോൾഡിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നീ എന്നെ മാറ്റണേ എന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. ഇതാണ് എന്നെ എല്ലാവരോടും പറയാനും ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പം ഇനി നമ്മൾക്ക് അങ്ങോട്ടുള്ള യാത്ര വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് സായി ലീലകളെ ഒന്നും നമുക്ക് ആശ്രയിക്കേണ്ട കാര്യങ്ങളില്ല. ഭഗവാൻ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ നമ്മളെ കൊണ്ടാവുന്നത് പോലെ എല്ലാവരെയും അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക, നമ്മൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യാൻ, പറ്റിയില്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ഹർട്ട് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള പാഠങ്ങൾ ബേസിക് ആയിട്ടുള്ള സായി ടീച്ചിങ്സിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾക്ക് കൈകോർത്ത് എല്ലാവരെയും കിട്ടുന്ന സമയം ലഭ്യമാണ്. എല്ലാവർക്കും അവരുടേതായ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസും ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിനെല്ലാം തരണം ചെയ്യാൻ ഭഗവാൻ കൂടെ ഉണ്ടാവട്ടെ. അതിനുള്ള കരുത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, സംസാരിക്കാൻ സാധിക്കും, അതിനുവേണ്ടി അവരുടെ കൂടെ നിൽക്കാൻ പറ്റും.
കരുത്ത് കുറഞ്ഞവർക്ക് കരുത്ത് കൊടുക്കാൻ സാധിക്കും, ബലഹീനർക്ക് ബലം കൊടുക്കാൻ സാധിക്കും. സ്വാമി അതിന് നമ്മളെയൊക്കെ തയ്യാറാക്കട്ടെ. നമ്മൾക്ക് അതിനുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് മാറട്ടെ. ഒരു ഉപകരണം, ചോറെടുക്കുമ്പോൾ ഒരു സ്പൂൺ ഇട്ട് ചോറെടുക്കുന്നു. ആ ചോറെടുക്കുന്നത് ആ വ്യക്തിയല്ല, ആ സ്പൂൺ കൊണ്ടാണ്. അപ്പൊ ആ വ്യക്തിക്കും ഒരു റോളുണ്ട്, ആ സ്പൂണിനും ഒരു റോളുണ്ട്. അതുപോലെ ഭഗവാൻ നമ്മളെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാത്രം ഉപയോഗിക്കുന്നു. ഇതിനെല്ലാം നിമിത്തം മാത്രം എന്ന് പറയുന്ന മാതിരി നമ്മളെ എല്ലാം ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ഉപകരണം മാത്രമാക്കി ഉപയോഗിക്കുന്നു സ്വാമി. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ നീയാണിത് ചെയ്യുന്നത്, ഞാനല്ല, ഞാനൊരു ഇൻസ്ട്രുമെന്റ് ആണ്. നിന്റെ കയ്യിൽ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാത്രമേ നീ എന്നെ കാണാവൂ. എനിക്കിൽ വരുന്ന പോരായ്മകളും നിന്റെ തന്നെ, ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളും നിന്റെ തന്നെ എന്നുള്ളതിൻ്റെ സർവ്വ ഓണർഷിപ്പും ഭഗവാന് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. എല്ലാവർക്കും ഞാൻ ഒരു ജയ് സായിറാം പറയുന്നു. എൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം എല്ലാവരെയും അറിയിക്കുന്നു. ഇതിനെനിക്കൊരു സമയം അനുവദിച്ചു തന്ന് ഇവിടെ വന്നിരിക്കാൻ പറ്റിയത് നിങ്ങളുടെയൊക്കെ ഒരു മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ്. ഭഗവാൻ ഇനി അതിനുള്ള ആയുസ്സും ആരോഗ്യവും എല്ലാവർക്കും തരട്ടെ. എല്ലാവരെയും ഇനി നേരിട്ട് കാണാം. സന്തോഷം. ജയ് സായിറാം.